നമസ്കാരം. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. ആനി മാമ്പള്ളി. പലർക്കും ആനിയെ അറിയുണ്ടാവും. കഴിഞ്ഞ വർഷം എസ്പാനിയോ നടത്തിയ മിസസ് കേരള ബ്യൂട്ടി പാജന്റിന്റെ വിന്നറാണ് ആനി. ആനി ഒരു ലോയറാണ്. ചെറുപ്പം മുതൽ തന്നെ പഠനത്തിലും പഠനേതര മേഖലകളിലും നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയ ഒരു മിടുക്കിയാണ്. എന്റെ പ്രിയ സുഹൃത്ത് കൂടിയാണ് ആനി. വളരെയധികം സന്തോഷത്തോടു കൂടി ആനിയെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ആനി. ഹായ് ചേച്ചി, നമസ്കാരം. അടിപൊളി നമസ്കാരം. ഇൻട്രോ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റും ഉണ്ട് ആനിയെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതില്. ഓണക്കാലമായതുകൊണ്ട് ഓണത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഓണം കാര്യമായി ആഘോഷിക്കാറുണ്ടോ? തീർച്ചയായും ഓണം കാര്യമായിട്ട് അല്ലാതെ ആഘോഷിക്കാറേ ഇല്ല. കാരണം ഓണം എന്ന് പറയുമ്പോൾ തന്നെ വീട്ടില് എല്ലാവരും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ടൈമാണ്. നമുക്ക് ആ ഒരു സെലിബ്രേഷൻ മൂഡും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ടൈമാണ്. പക്ഷെ ഈ വർഷം മാത്രം ഞാനിപ്പോ ബോംബെയിലേക്ക് എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഞാനും ഹസ്ബൻഡും മോനും മിക്കവാറും ഓണത്തിന് ഇവിടെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. മോനൊരു ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ട് 14th. അപ്പൊ അതുകൊണ്ട് അറിയില്ല. അത് മിസ് ചെയ്യും, ഓണം മിസ് ചെയ്യും പോകാൻ പറ്റിയില്ലെങ്കിൽ. ഓ, എനിക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ആനിയെക്കുറിച്ച് തുടങ്ങുകയാണെങ്കിൽ, ആനി ആദ്യമേ തന്നെ പല കാര്യങ്ങളും ആനിയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. എങ്കിൽ കൂടി ആദ്യം തന്നെ ആനിയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. മാമ്പള്ളി എന്ന് പറയുമ്പോൾ ഒരാഠ്യത്വമുള്ള ഒരു തറവാടാണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ആനിയുടെ ഫാമിലി എന്ന് പരിചയപ്പെടുത്താമോ? സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരാള് ഫാമിലി നെയിം വെച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നത്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ ഒന്നില് രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ കുട്ടികൾ തന്നെ എഴുതണം. മൈ നെയിംസ് എന്ന് പറഞ്ഞ് പേര് ഫുൾ ആയിട്ട് എഴുതണം. എന്റെ അപ്പന്റെ പേര് ചാക്കോച്ചൻ എന്നാണ്. അപ്പൊ ആ അത് സ്പെല്ലിംഗ് ശരി. ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് പഠിക്കുക. CHACK ഒക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എനിക്കത് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവര് ആനി മാമ്പള്ളി പേരിട്ടതാണ്. അതാണ് അതിന്റെ സത്യം പറഞ്ഞ അതാണ് കാര്യം. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ, മോൻ, ഹസ്ബൻഡ്, ഞങ്ങൾ മൂന്നുപേരാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആളുടെ പേരൻസ് രണ്ടുപേരുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. അത് ശരി. 7ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഗോൾഡ് മെഡല്. ആ ജേണി മാസ്റ്റേഴ്സ് ഇൻ ലോയില് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ, ഗോൾഡ് മെഡലിസ്റ്റ് അതുവരെ തുടർന്നു. ആനിയുടെ എഡ്യൂക്കേഷനെയും പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിനെയും കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചതെല്ലാം നാട്ടിൽ തന്നെയാണ്. ഞാൻ കൊച്ചിയിൽ തന്നെയാണ് എന്റെ എല്ലാ പഠനവും നടന്നിട്ടുള്ളത്. 10ാം ക്ലാസ് വരെ വൈപ്പിനിലെ ലേഡി ഓഫ് ഹോപ്പിലാണ് പഠിച്ചത്. +1 +2 തേവരയിലായിരുന്നു, SH അത് കഴിഞ്ഞ് ഞാൻ കുസാറ്റിൽ LLB ചെയ്തു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം ചെന്നൈയിലായിരുന്നു. ഞാൻ അവിടെ ഒരു ഇന്റർനാഷണൽ ലോ ഫേമിൽ പ്ലേസ്ഡ് ആയിരുന്നു. അവിടെയാണ് 2 കൊല്ലം വർക്ക് ചെയ്തത്. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ. അതും കൊച്ചിയിലാണ് ചെയ്തത്. നമ്മുടെ കൊച്ചിയിലെ നാഷണൽ ലോ സ്കൂൾ ഉണ്ട്, നുവാൽസ് കൊച്ചിൻ. അവിടെയാണ് PG തീർത്തത്. PhD ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിരുന്നു. പക്ഷേ കോവിഡിന്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. ഇവിടെ ഇവിടെ വെച്ച് തന്നെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ. പിന്നെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ലോയർ ആണ്. ചേച്ചി പറഞ്ഞ പോലെ ബൈ പ്രൊഫഷൻ ലോയർ ആണ്. 2 വർഷം ചെന്നൈയിൽ അവിടുത്തെ ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്തത്. LLM ശേഷം പിന്നെ ഒരു കരിയറിനൊക്കെ ഒരു സെറ്റ് ബാക്കും കാര്യമൊക്കെ വന്ന് നമുക്ക് കുറെ ചലഞ്ചസ് വന്ന ഒരു ടൈം ആയിരുന്നു. LLM കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു പ്രൊഫഷണൽ ജേർണിയിലേക്ക് തിരിച്ചൊരു സ്റ്റാർട്ട് കിട്ടാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വൺസ് അത് ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറിയപ്പോ പിന്നെ എല്ലാം സെറ്റായി. ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ജമ്പ് ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്കായിരുന്നു, ED-യില്. പിന്നെ ഇപ്പൊ കറന്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ RBI മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആനി പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ അല്ലെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, RBI, ഇവിടെയൊക്കെ ആനി വർക്ക് ചെയ്തു. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു. എങ്കിൽ തന്നെയും ആനി പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ചില സെറ്റ് ബാക്സ് ഉണ്ടാവുകയും അതെല്ലാം തരണം ചെയ്ത് ആനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്തു. അപ്പൊ എന്തായിരുന്നു അത്? എങ്ങനെയാണ് ആനി അത് ഓവർകം ചെയ്തത്? സെറ്റ് ബാക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ
കല്യാണം കഴിയുന്നതോടുകൂടി അത് ടോട്ടലി വേറൊരു വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരുപാട് പേര് നമ്മുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനുണ്ടാവും. അതാണ് ഞാൻ അത്രയും നാളത്തെ എന്റെ ലൈഫിൽ നിന്ന് മാറി ഒരു കാര്യം കണ്ടതെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അവിടെ പോകുന്നത്, എന്തിനാ ഇവിടെ പോകുന്നത്, അങ്ങനെ ചെയ്യാൻ പാടോ, ഇങ്ങനെ ചെയ്യാൻ പാടോ, അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് പേരുടെ കയ്യിൽ. അതും നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കില്ല, ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും. അതായത് ഇത്രയും പ്രായമായാൽ, കുട്ടിയായാൽ അവിടെ അടങ്ങിയിരിക്കണം, പിന്നെ ഒന്നിനും അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്. ഇതൊരു സൈഡിൽ നിന്നുണ്ട്. രണ്ട്, ഞാനും ഹസ്ബൻഡും നമുക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ പ്ലാനിങ് ഒന്നും അതുപോലെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗോൾഡ് മെഡൽ, ഫസ്റ്റ് റാങ്ക്, ഇന്റർനാഷണൽ ലോ ഫോമിൽ വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ കിട്ടുന്ന ജോലിക്ക് ഏതാണോ അത് പോകുക എന്നുള്ളതായിരുന്നു. ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം. ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എങ്ങനെയെങ്കിലും വേണം എന്ന് ഞാൻ ഒരു ഗിവ് അപ്പ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളല്ല. നെവർ ഗിവ് അപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പൊ കിട്ടിയ ജോബ്സ്, അത് എത്ര കുറവ് പേയ്മെന്റ് ആയാൽ പോലും കിട്ടുന്ന ജോലിക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് പല എക്സാംസും എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മോന് ഒരു മാസം കഷ്ടി, ഒരു മാസം 1.5 മാസം കഷ്ടി ഏജ് ഉള്ളപ്പോൾ അവനെയും കൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തിട്ടാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞ് അവിടെ ഫസ്റ്റ് ഡേ ചെന്നു. അപ്പൊ എന്നെയും മോനെയും അവിടെ ബാംഗ്ലൂർ ആക്കി. ഹസ്ബൻഡിന് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൂടെ ഒരു ചേച്ചീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഹെൽപ്പിനായിട്ട്. പക്ഷെ ഫസ്റ്റ് ഡേ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും മോൻ ആ സമയത്ത് ജോലി കയറുന്ന ടൈം ആയി, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോൾ അവനൊരു 4 മാസം ഉണ്ട്. അപ്പൊ മുഖത്ത് ഫുൾ ഇങ്ങനെ കൊതുകുത്തിയ പാടൊക്കെ കണ്ടു. ഭയങ്കര വിഷമായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഡേ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ ഇട്ടു. പക്ഷെ ആ റെസിഗ്നേഷൻ ലെറ്റർ ഇട്ടതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പ്രയോറിറ്റി ആ സമയത്ത് കുട്ടിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം അതിന്റെ പിറ്റേ ദിവസം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഞാൻ എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വന്നു. അത് ക്ലിയർ ചെയ്തു അവിടെ ലോ ഓഫീസർ ആയിട്ടുള്ളത്. അങ്ങനെ അത് കിട്ടിയപ്പോ സന്തോഷമായിരുന്നു. നാട്ടിലായിരുന്നു പോസ്റ്റിംഗ്. നേരെ പെട്ടിയും കിടക്കയും പാക്ക് ചെയ്ത് നാട്ടിലേക്ക് വന്നു. അപ്പൊ അവിടെ വന്നപ്പോഴും അതെ, വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ക്രിറ്റിസിസംസ് ഉണ്ട്. എന്തിനാണ് ബാങ്കിൽ ഇരിക്കുന്നത്, ബാങ്ക് ജോലി അല്ലല്ലോ, വേറെ ഇത് നോക്കിക്കൂടെ, അങ്ങനെ നോക്കിക്കൂടെ, ഇങ്ങനെ നോക്കിക്കൂടെ. പക്ഷെ അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നു. അവിടെ വർക്ക് വൈസ് നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വർക്ക് ചെയ്തിരുന്ന ടൈമിലാണ് ബാങ്ക് ഫ്രോഡ്സിനെ പറ്റിയും ക്രിമിനൽ കേസസ് ഒക്കെ കുറെ ഡീൽ ചെയ്തു. അപ്പൊ ആ ഒരു ഏരിയയിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു. കല്യാണത്തിന് ശേഷം, അതായത് നമ്മളൊന്ന് സ്റ്റേബിൾ ആയി, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ LLM വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു MBA കറസ്പോണ്ടൻസ് ആയിട്ട് ചെയ്തു തീർത്തു. വേറെ കുറെ കോഴ്സുകൾ അതിന്റെ കൂടെ ചെയ്തു. പിന്നെ പതുക്കെ PhDക്ക് എൻറോൾ ചെയ്തു. PhDയുടെ ടോപ്പിക് ഞാൻ എടുത്തത് ബാങ്ക് ഫ്രോഡ്സ് ആയിരുന്നു. അതിൽ സ്പെഷ്യലൈസ് ചെയ്തു. അങ്ങനെ PhD കംപ്ലീറ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ക്രാക്ക് ചെയ്യാനുണ്ടായ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ്സിലുള്ള എന്റെ റിസർച്ച് ആയിരുന്നു. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഇറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ജോയിൻ ചെയ്തു. അപ്പോഴും ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ പെർമനന്റ് ജോബ് ആയിരുന്നു, പെൻഷൻ അടക്കം എല്ലാം ഉണ്ട്. അപ്പൊ എന്തിനാണ് EDയിൽ കോൺട്രാക്ട് പൊസിഷന് പോകുന്നത് എന്ന് ചോദിച്ചിട്ട്, അവിടെയും ലീഗൽ കൺസൾട്ടന്റ് ആയിട്ടാണ് പോണത്, പക്ഷെ കോൺട്രാക്ട് ആണ്. അപ്പൊ അതിന് കുറെ ക്രിറ്റിസിസം ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം നമുക്ക് സ്ട്രോങ് ആയിട്ട് ഹസ്ബൻഡും പേരൻസും കൂടെ തന്നെ ഉണ്ട്. അവർ പറഞ്ഞു ഇഷ്ടമുള്ള ജോലി എന്താണോ അത് ചെയ്യുക, അതിനൊരു തടസ്സവും ഇല്ല. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ കയറി. അവിടെയുള്ള ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ബാങ്ക് ഫ്രോഡ്സിലുള്ള PhDയും കാരണമാണ് റിസർവ് ബാങ്കിലെ ജോലി ക്രാക്ക് ചെയ്തത്. അപ്പൊ എന്ത് തന്നെ ഡിസിഷൻസ്, അതായത് ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരുപാട് സെറ്റ് ബാക്സ് വരും നമ്മുടെ ലൈഫിൽ. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, തിരിച്ചടികൾ വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. പക്ഷെ അതിലൊന്നും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകരുത്. അത് സെറ്റ് ബാക്ക് എന്നതിൽ കൂടുതൽ അതൊരു സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് കണ്ടാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അവിടെയായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാലും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ അതൊരു ത്യാഗം ചെയ്തു, സാക്രിഫൈസ് ചെയ്തു, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് ഒരു പോയിന്റിൽ റിഗ്രറ്റ് വരുന്നത്. ഞാൻ ഒരിക്കലും
ഒരിക്കലും എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഒന്നും റിഗ്രറ്റ് ചെയ്യുന്ന ആളല്ല. എല്ലാം ഞാൻ എടുത്തിട്ടുള്ള ഓരോ ഡിസിഷനും പൂർണ്ണ മനസ്സോടെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും പിന്നീട് അത് നന്നായിട്ടേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ലൈക്ക് വെൻ ഐ ടേൺ ബാക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല, ഹാപ്പിയാണ്. വളരെ വളരെ സന്തോഷമുണ്ട് അത് കേൾക്കാനായിട്ട്. ചെറുപ്പകാലം മുതൽ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും നിരവധി പുരസ്കാരങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതേക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ? അത് ചുരുക്കി പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വീണ്ടും എന്റെ പേരൻസിനാണ്. കാരണം അവര് ചെറുപ്പം തൊട്ടേ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർ ഉണ്ടാക്കി തരും. അതായത് എല്ലാം ട്രൈ ചെയ്ത് നോക്കും. ഡാൻസ്, സ്പോർട്സ്, മ്യൂസിക്, തിയേറ്റർ, പബ്ലിക് സ്പീക്കിംഗ് എല്ലാം അവര് എനിക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇതിൽ ഏതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന്. അപ്പൊ എനിക്ക് അതില് ചില സാധനങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഡാൻസ്, സ്പോർട്സ് ഒന്നും അടുത്തേക്ക് കൂടി പോയിട്ടില്ല. എന്റെ ഡാൻസ് ഒക്കെ കണ്ട ആൾക്കാർ ഇറങ്ങി ഓടുക, ആ അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഏരിയാസ് എന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി അവര് നല്ലോണം എൻകറേജ് ചെയ്ത് വിട്ടിരുന്നു. ഇപ്പൊ മോണാക്ട് ഒക്കെ എനിക്ക് അമ്മ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ പോയിരുന്ന ഒരാളാണ്. അപ്പൊ ആള് ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾ എനിക്ക് എഴുതി തരും. അപ്പൊ അത് പഠിച്ച് ഞാൻ പോയി പ്രസന്റ് ചെയ്യണു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആദ്യത്തെ സ്റ്റേജ് കയറിയപ്പോ ഒന്നും പറയാതെ ഇറങ്ങി പോകുന്ന ചരിത്രമൊക്കെ ഉണ്ട്. അവിടുന്ന് പക്ഷെ അമ്മയായാലും അപ്പയായാലും അവര് അയ്യോ ഇത് പറയണില്ല അങ്ങനെ വിട്ട് കളഞ്ഞിട്ടില്ല. അവര് ട്രൈ ചെയ്ത് അവരുടെ എഫേർട്ട് നല്ല രീതിയിലുണ്ട്. അങ്ങനെ അതിന് ഞാൻ പ്രൈസ് ഒക്കെ കിട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു 5ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ തട്ടിക്കൂട്ടുന്ന സ്ക്രിപ്റ്റ്സ് പറ്റില്ല. അപ്പൊ പ്രൊഫഷണലി അതിനൊക്കെ സാറുമാരെ വെച്ചിട്ടുണ്ടായിരുന്നു. മോണാക്ട്, കഥാപ്രസംഗം, ഫാൻസി ഡ്രസ്സ്, ചാക്യാർ കൂത്ത്, പിന്നെ അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാക്കൊണ്ടുള്ള പരിപാടികളെല്ലാം വലിയ കുഴപ്പമില്ല. ഇപ്പൊ സ്പീച്ച്, എക്സ്റ്റംപോ, എലക്യൂഷൻ, റെസിറ്റേഷൻ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ തൊട്ട് ഡ്രാമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫീലാണ്. സ്കൂളില് ഇതുണ്ടായിരുന്നു. നാഷണൽ ലെവൽ വരെ ഡ്രാമ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയപ്പോഴും ആർട്സിനെല്ലാം പോയിരുന്നു. അവിടെ സർഗപ്രതിഭയുടെ ടൈറ്റിൽ ഉണ്ടായിരുന്നു. അത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞതോടുകൂടി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആർട്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതോടെ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. കേരളോത്സവം ഉണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം അതെ കേരളോത്സവത്തിൽ മോണാക്ട്, കഥാപ്രസംഗം ഒക്കെ പോയി പങ്കെടുത്തു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്റെ ആ ഒരു പാഷൻ എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വെക്കേഷൻ ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ട്. അവര് പേപ്പറിൽ ഇങ്ങനെ വെക്കേഷൻ ആകുമ്പോൾ ഓരോരോ അഡ്വർടൈസ്മെന്റ്സ് വരും. അപ്പൊ അതെല്ലാം അമ്മ അപ്പയും കട്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കും ഏതെങ്കിലും ഇഷ്ടമുണ്ടോന്ന്. അപ്പൊ അങ്ങനെ പോയി എന്താ പേപ്പർ ക്രാഫ്റ്റ്, ക്വില്ലിങ്, ജ്വല്ലറി മേക്കിംഗ്, ടെറാക്കോട്ട, റെസിൻ ആർട്ട്, ക്ലേ ആർട്ട് അങ്ങനത്തെ കുറെ സാധനങ്ങള് ഓരോരോ വെക്കേഷന് പോയി അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ പേരൻസിന്റെ വളരെയധികം എൻകറേജ്മെന്റും സപ്പോർട്ടും പിന്നെ ആനിയുടെ സെൽഫ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും ഇത് രണ്ടുമാണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ. ആനിയുടെ മാരേജ് ഫംഗ്ഷന്റെ അല്ലെ ബൊക്കെ മുതല് ഫാമിലിയിൽ നടക്കുന്ന പല ഫംഗ്ഷൻസിന്റെയും ഡെക്കറേഷൻസിന്റെ മെയിൻ ആള് ആനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യണത്? ഇവന്റ് മാനേജ്മെന്റ് സ്ഥിരമായിട്ട് ഞാൻ എടുത്തിരിക്കണം. അത് എന്റെ ഏരിയയാണ്. വേറെ ഒരാളും തൊടിയിക്കില്ല. അപ്പൊ അതെന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ ചെറുതിലെ തൊട്ട് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ എത്ര സമയം വേണമെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ പ്ലാനിങ് ആയാലും ഞാൻ വളരെ നേരത്തെ തുടങ്ങും. ഭയങ്കര നേരത്തെ. ഇപ്പൊ LLM കയറുമ്പോഴേ എനിക്കറിയാം LLM കഴിഞ്ഞോടുകൂടി കല്യാണമാണ്. ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞ് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോ ആ LLM പഠിക്കണ ടൈമിൽ തന്നെ അതിന്റെ കൂടെ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇപ്പൊ റിട്ടേൺ ഗിഫ്റ്റ്സ് 500 എണ്ണം ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും അതിന്റെ കുറച്ച് പണി അതിന്റെ ആദ്യത്തെ സ്റ്റേജ് കുറച്ച് ഒരു 10 25 എണ്ണം ഒക്കെ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി തീർക്കും. സ്റ്റേജിനുള്ള ഒരു ഔട്ട്ലൈൻ എല്ലാം വരയ്ക്കും. അപ്പൊ അതിനുള്ള ഫ്ലവേഴ്സ് നമ്മൾ തന്നെ പോയി തപ്പിയെടുക്കും. പക്ഷെ അത് ഫിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ആൾക്കാരെ വിളിക്കും. പിന്നെ ഈ ചെറിയ പ്രിങ്കിൾസിന്റെ ഒക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യണ അങ്ങനത്തെ ക്രാഫ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രിങ്കിൾസിന്റെ ഒക്കെ ഡബ്ബ കിട്ടുന്നത് അതെല്ലാം നമുക്ക് സെന്റർ പീസ് പോലെയൊക്കെ ആയിട്ട് വെക്കാൻ. അപ്പൊ അത് കല്യാണത്തിനും മനസ്സമ്മതത്തിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ മോനായപ്പോ മോന്റെ ബർത്ത്ഡേ പിന്നെ അവന്റെ ബാപ്റ്റിസം എല്ലാ പരിപാടിക്കും ആ ഒരു ഡെക്കറേഷൻ റിട്ടേൺ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് ഞാൻ തന്നെയാണ് ചെയ്യാറ്. അത് ഇഷ്ടമാണ്. അത് അതുമൊരു ക്രേസ് ഉള്ളത് കൊണ്ട് അത് ചെയ്യുന്നതാണ്. അതെ, ഇൻട്രസ്റ്റ് ഉണ്ട്. അത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ? അതൊക്കെ ചെയ്യുമ്പോൾ അതാണ് അതിന്റെ മെയിൻ റീസൺ. അതെ.
ഇനി പേജന്റിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയാണ് പാജന്റ് വേൾഡിലേക്ക് എത്തിയത്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ആനി ഒരു വിന്നർ ആകാൻ സഹായിച്ചത്? പ്രിപ്പറേഷൻസും വന്നത് ഇപ്പൊ എങ്ങനെയാണ് പേജന്റിലേക്ക് എത്തിയത് എന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കീർത്തി. അപ്പൊ ഓക്കെ. ആള് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളിങ്ങനെ ഒരു പേജന്റിന്റെ സെലക്ഷന് പോയി, ഫിനാലേക്ക് എത്തി, കൊച്ചിയിൽ ഓഡിഷൻ ക്രാക്ക് ചെയ്തു എന്തോ പറഞ്ഞ് ആളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞവർക്ക് പേജന്റ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുവരെ ഞാൻ വിചാരിച്ചത് ഓക്കെ, മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് കഴിഞ്ഞു കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ ഈ അതെ, ചെറുതിലേ തൊട്ട് നമ്മൾ ടിവിയിൽ കാണണു, ഒരാള് നടക്കുന്നു, വിന്നർ ആവണു, ക്രൗൺ വെക്കണു, ബാക്കിയുള്ളവര് അത് ഇഷ്ടമാണ്, അത് എല്ലാവർക്കും തീർച്ചയായും. ഇഷ്ടമാണ് ചെറുപ്പം അതെ. തൊട്ട്. പക്ഷെ ഫസ്റ്റ് ടൈം ഇവളുടെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഓക്കെ, കല്യാണം കഴിഞ്ഞവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്നാ ഉം. പിന്നെ ഇതുവരെ കേറാത്ത ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അതെ. ഒരു പുതുമയുണ്ട്, കാരണം ഞാൻ ഇതുവരെ ഫാഷൻ വേൾഡിൽ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ആ. ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തു. അങ്ങനെ ഗൂഗിൾ ചെയ്തു, നേരെ എസ്പാൻ ഇവന്റ്സിന്റെ പേജിലേക്കാണ് ലാൻഡ് ചെയ്തത്. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തു, അവരുടെ പ്രീവിയസ് സീസൺസ് എല്ലാം കണ്ടു, റൗണ്ട്സ് എങ്ങനെയാണ്, കോസ്റ്റ്യൂംസ് എന്താണ് അവരുടെ ആ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ, ഇതൊക്കെ ചോദിച്ചറിഞ്ഞു. കാരണം നമുക്ക് പറ്റണ പണിയാണോ എന്ന് ആദ്യം ഒന്ന് കൺഫേം ചെയ്യണം. അതെ. അപ്പൊ അങ്ങനെ നോക്കി വലിയ കുഴപ്പമില്ല, ഒരു കൈ നോക്കാം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിന് രജിസ്റ്റർ ചെയ്തു. അതും ഓഡിഷൻ കൊടുത്തപ്പോഴൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, കാരണം എനിക്ക് തീരെ അറിയാത്ത കാര്യമാണ്. വോക്കൊക്കെ ആയിരുന്നു ഓഡിഷന് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയക്കേണ്ടിയിരുന്നത്. അതെ. അത് സെലക്ട് ആയി എന്ന് കണ്ടപ്പോ ഞാൻ പതുക്കെ ഹസ്ബൻഡിന്റെ അടുത്തും വീട്ടിലൊക്കെ പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു ട്രൈ ചെയ്ത് നോക്ക്, ഒരു രസമല്ലേ, ഇതുവരെ പോവാത്തൊരു സാധനമല്ലേ, ട്രൈ ചെയ്ത് നോക്കുന്ന അവരും പറഞ്ഞത്. ആ. പിന്നെ 2 months എനിക്ക് തോന്നുന്നു, അറൌണ്ട് ജൂലൈ പകുതിക്ക് എന്തോ ആണ് ഓഡിഷൻ കഴിഞ്ഞ് സെലക്ട് ആയത്. സെപ്റ്റംബർ എൻഡോട് കൂടിയിട്ടാണ് പേജന്റ് വരുന്നത്. ഉം. ഒരു 2 മാസത്തോളം ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ 2 മാസം സെലക്ട് ആയ വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപത്തെ സീസൺസ് എല്ലാം കണ്ട് വിന്നേഴ്സ് ആയവർ എന്തുകൊണ്ട് വിന്നേഴ്സ് ആയി, ഉം. മറ്റുള്ളവർ എന്തുകൊണ്ട് ഓരോരോ റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്യുന്നില്ല എന്നുള്ളതെല്ലാം നോട്ട് ചെയ്തു. ഉം. എന്നിട്ട് എന്റെ ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസത്തോളം എടുത്തിട്ടാണ് ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയത്. എഴുതുമ്പോൾ എനിക്ക് വളരെ നിർബന്ധമായിരുന്നു, നമ്മൾ കുറെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം എന്ന് എനിക്ക് തോന്നി. ഉം. അങ്ങനെ എഴുതി. ഡ്രസ് ആയാലും എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ട് ഒരു സാധനം ആ ഡ്രസ്സിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഉം. ഞാൻ ആലോചിച്ചു കളർ ബ്ലൗസ് ഒന്നും വേണ്ട, ക്രീം കളർ മാത്രം കൺഫൈൻ ചെയ്ത് ചെയ്യാമെന്ന് ഓർത്തു. എന്നിട്ട് എന്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ആണ് അതില്. ഞാൻ ചിത്ര എന്ന് പറഞ്ഞ ഒരു ആന്റി ഉണ്ട്, ആള് നന്നായിട്ട് പെയിന്റ് ചെയ്യും, പുള്ളിക്കാരിനെ കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരി. അതേപോലെ സെക്കൻഡ് റൗണ്ടിന്റെ ഗൗൺ ചെയ്തപ്പോ എന്റെ ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഒരു റെയിൻബോന്റെ റെഫറൻസ് അതെ. പറഞ്ഞിട്ടാണ്. അതെ. അപ്പൊ അതിന് സൂട്ട് ആകുന്ന പോലെ ഒരു റെയിൻബോന്റെ ഒരു ടെയിൽ കിടക്കുന്ന പോലെ ഒരു ഡ്രസ്സാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് ചെയ്തത്. ഉം. അപ്പൊ കോസ്റ്റ്യൂംസ് എങ്ങനെയെങ്കിലും ഡിഫറെന്റ് ആയിട്ടിരിക്കണം, അതായത് നമ്മള്, എന്നാൽ ഞാൻ അത് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുമില്ല. ഉം. മിനിമം കോസ്റ്റിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചാണ് ഡ്രസ്സുകൾ ചെയ്തത്. ആ, ശരി. ഇൻട്രൊഡക്ഷൻ റൗണ്ട് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് എനിക്ക് തോന്നുന്നു അത് ഒരു തരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. നമ്മൾ പല ടോപ്പിക്സും നോക്കി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ക്യു ആൻഡ് എ നമുക്ക് ആ സ്റ്റേജിൽ ആ നേരത്തെ ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നാവിൽ വരുന്ന ഉത്തരമാണ് പറയണത്. അതെ. അപ്പൊ എന്റെ സൈഡിൽ നിന്ന് ഇടാവുന്ന എഫേർട്ട് എല്ലാം ഞാൻ ഇട്ടിട്ട്, താൻ പാതി ദൈവം പാതി, ബാക്കി പകുതി ദൈവത്തിന് വിട്ടുകൊടുത്തു. കാരണം എനിക്ക് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ അവിടെ വരുമ്പോ, ആ. വിന്നർ ആവുക എന്നാലും കൂടുതൽ എനിക്ക് എന്റെ ബെസ്റ്റ് അന്ന് അവിടെ കൊടുത്തിട്ട് പോരാൻ കൊടുക്കാൻ. പറ്റണം. അതെ. ക്വസ്റ്റ്യൻ ആൻസർ ആയാലും എനിക്ക് ആ ചോദ്യം കേൾക്കുന്ന സെക്കൻഡിൽ അതെന്താണെന്ന് മനസ്സിലാവണം, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. അത് ഉണ്ടാവണേ ദൈവമേ എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഉം. പിന്നെ തേർഡ് റൗണ്ടിന് വേണ്ടി ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തിരുന്നു. അതായത് അത് 1 മിനിറ്റ് ടൈമർ വെച്ചിട്ടാണ് അതിന്റെ ഉത്തരം നമ്മൾ എഴുതേണ്ടത്, ടോപ്പ് 6. ആ. 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 അപ്പോ ഇപ്പൊ അറിയാലോ, നമ്മള് ഫുള്ളി കമ്പ്യൂട്ടറും ഫോണും ടൈപ്പിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പൊ പേനയും പേപ്പറും എടുത്ത് എഴുതിയത് ഞാൻ നോട്ട്സ് ഇപ്പോഴും എഴുതാറുണ്ട്, ഞാൻ ആ. ബുക്കും പെന്നും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുന്നുണ്ട്, നോട്ട് ആ. എഴുതുന്നുണ്ട്. പക്ഷെ ആ. ആസ് ഇറ്റ് ഇത് നമുക്ക് അത്ര ഇത് പോരാ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തെ ഒരു ഗ്രിപ്പ് ഇല്ല. അപ്പൊ അത് 1 മിനിറ്റ് ടൈമർ വെച്ച് പണ്ടത്തെ സീസണിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ കേട്ട് ആ സ്പോട്ടിൽ ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ 1 മിനിറ്റിൽ എഴുതാനായത് ഓക്കെ. ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ കുട്ടി കുട്ടി സെന്റൻസ് ആയാലും മാക്സിമം നല്ല ആൻസേഴ്സ് എങ്ങനെ എഴുതാന്നുള്ളത് അത് എഴുതി പ്രാക്ടീസ് ചെയ്തിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ 2 ബസ് ഉണ്ട്. അപ്പൊ ആ ബസ്സിലുള്ള ടു ആൻഡ് ഫ്രോ ജേർണിയിലൊക്കെ ഇരുന്ന് നോട്ട്സ് നോക്കും, പഴയ സീസണിലെ വീഡിയോസ് കാണും, വേറെ വീഡിയോസ് കാണും, അങ്ങനെ പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ടൈം എല്ലാം നമ്മൾ മാക്സിമം യൂസ് ചെയ്ത്
എഫേർട്ട് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തു. റെസ്റ്റ് ലീവ് ഇറ്റ് ടു ഗോഡ് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. തീർച്ചയായും ആനി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആനിയെ കുറിച്ചുള്ള ചില ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലാനിങ് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ സിസ്റ്റമാറ്റിക്കും മെത്തേഡിക്കലുമാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ ഗ്രൂമിങ്ങിന്റെ ദിവസങ്ങളിലും ഓൺ ടൈം ഫ്രണ്ട് റോയില് ആനി ഉണ്ടാവും, ഫസ്റ്റ് സീറ്റിൽ തന്നെ ഉണ്ടാവും. ഓൺ ടൈം ചാലഞ്ചിലും ആനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പം തീർച്ചയായും ഈ ക്വാളിറ്റീസ് ഒക്കെ ആനിയെ വിന്നർ ആകാൻ സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആനി പറഞ്ഞ പല കാര്യങ്ങളും ഈ പാജന്റ് വേൾഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് വളരെയധികം സഹായകമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ സമൂഹത്തിനും തൻ്റെതായിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസും ചെയ്യാനായിട്ട് ആനി എന്നും ശ്രദ്ധിച്ചിരുന്നു. എന്തൊക്കെയാണ് ആനി പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? ഇപ്പൊ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പലതരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സൊസൈറ്റിയിലുള്ളവരെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, മിസ്സസ് കേരള എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കിട്ടിയതിന് ശേഷം ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ ഒരു ടൈറ്റിൽ ഹോൾഡർ ആയിട്ട് ഇരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ അതിന്റെ റെയിനിങ് ക്വീൻ ആണ് മിസ്സസ് കേരളയിൽ. അപ്പോ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, പെയ്ഡ് ആയിട്ടും എല്ലാം വരുന്നുണ്ടാവും. പക്ഷെ ഐ മെയ്ഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് എല്ലാ ഇമ്പോർട്ടന്റ് ഡേയ്സും, ഇപ്പോ November 1st കേരളപ്പിറവിയുടെ ഇതായിക്കോട്ടെ, ചിൽഡ്രൻസ് ഡേ ആയിക്കോട്ടെ, ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് എവിടെ നിന്നൊക്കെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും, ഏതെങ്കിലും സ്കൂൾസോ കോളേജസോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടേക്കേ പോകാറുള്ളൂ. ഞാൻ വേറൊരു സെക്കൻഡ് തോട്ട് ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. അപ്പോ ഞാൻ പഠിച്ച സ്കൂളിലും പോയിട്ടുണ്ട്, മറ്റു സ്കൂളുകളിൽ നിന്ന് വിളിച്ചിട്ട് അവിടെയും പോയിട്ടുണ്ട്. അതിനൊന്നും ഞാൻ പേയ്മെന്റ് ഒന്നും വാങ്ങിച്ചിട്ടല്ല, ഞാൻ ഫ്രീ ആയിട്ട്, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെല്ലാരെയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ വളരെ കേപ്പബിൾ ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുതില് പേരൻസിന്റെ ആ ഒരു എൻകറേജ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പേടിയില്ല. യെസ് ആയാലും നോ ആയാലും ധൈര്യമായിട്ട് പറയാനൊക്കെ പറ്റും. പക്ഷെ ചില കുട്ടികൾക്ക് അതിന് പറ്റാറില്ല, അവർക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കൂടെയുള്ളവർക്ക്, ആ ഒരു വോയിസ് ഇല്ലാതിരിക്കുന്നവരെ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വിട്ടാൽ അവരുടെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു മെസ്സേജ് ഞാൻ കഴിയുന്നത്ര കുട്ടികളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള പലരും, ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എന്റെ കൂടെ പഠിച്ചവരൊക്കെ എല്ലാവർക്കും കല്യാണം കഴിഞ്ഞ്, അവരൊക്കെ ഒന്ന് കല്യാണം കഴിഞ്ഞതോടെ സ്റ്റക്കായി, പിന്നെ പഠിത്തമില്ല, ജോലിയില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരെയും അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു വർക്ക് ലൈഫ്, അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് വീണ്ടും വരാനും ഒക്കെ ആയിട്ട് കുറെ പേരെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വലിയ കാര്യങ്ങളല്ല, പക്ഷെ ചെറിയ ചെറിയ നമ്മുടെ സപ്പോർട്ട് മതി അവർക്കൊക്കെ അങ്ങ് അവരുടെ ഇഷ്ടമുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റും. അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിരിക്കില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ബട്ട് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് മേക്സ് എ ചേഞ്ച്. തീർച്ചയായും തീർച്ചയായും വളരെ സന്തോഷമുണ്ട് അതൊക്കെ കേൾക്കാൻ തന്നെ ആനി. സ്റ്റേറ്റ് ലെവലിൽ വിന്നറായി, ഇന്ത്യ ലെവൽ പാജന്റിൽ പോയിട്ടും വിന്നറായി. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ഞാനിപ്പോ മിസ്സസ് ക്വീൻ യൂണിവേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്റർനാഷണൽ ലെവൽ പേജന്റ് നവംബറിൽ വരുന്നുണ്ട്. നവംബറിൽ മിസ്സസ് ക്വീൻ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ പേജന്റിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിന്റെ പ്രിപ്പറേഷൻസ് ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ന്യൂസ്. ഓക്കെ, വളരെ സന്തോഷമുണ്ട് അത് കേൾക്കാൻ. അതുപോലെ തന്നെ ആനിക്ക് വിന്നറായി വരാൻ എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഓണക്കാലത്ത് നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ച ആനിക്ക് വളരെയധികം സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ആനി. അതുപോലെ തന്നെ ആനിക്കും ആനിയുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു ചേച്ചി. ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും പിന്നെ ഇത് കാണുന്ന എല്ലാവർക്കും ഓണാശംസകൾ.